Hello everyone, welcome to our YouTube channel Knowledge Junction Learn with Sweetie. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എഴുതിയതോ അച്ചടിച്ചതോ വരച്ചതോ ശൂന്യവുമോ ആയ കടലാസ്, തുകൽ എന്നിവയുടെയോ മറ്റ് വസ്തുക്കളുടെയോ കൂട്ടമാണ് പുസ്തകം അഥവാ ഗ്രന്ഥം. പുസ്തകത്തിലെ ഒരു പാളിയെ താളെന്നും താളിൻ്റെ ഓരോ വശത്തെയും ഓരോ പുറമെന്നും പറയുന്നു. ഇലക്ട്രോണിക് ഘടനയിൽ നിർമ്മിച്ച പുസ്തകത്തെ ഈ പുസ്തകം എന്ന് പറയുന്നു. പുസ്തകം എന്നത് ഒരു സാഹിത്യ സൃഷ്ടിയെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സൂചിപ്പിക്കാൻ ബിബ്ലിയോഫിൽ, ബിബ്ലിയോഫിലിസ്റ്റ്, ഫിലോബിബ്ലിസ്റ്റ് എന്നീ പേരുകൾ ഉപയോഗിക്കുന്നു. സാധാരണ ഭാഷയിൽ ഇത്തരക്കാരെ പുസ്തകപ്പുഴു അല്ലെങ്കിൽ പുസ്തകപ്രേമി എന്ന് വിളിക്കുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നതിനും കടമെടുക്കുന്നതിനും സൗകര്യമുള്ള സ്ഥാപനമാണ് ഗ്രന്ഥശാല അല്ലെങ്കിൽ വായനശാല. നമ്മളിപ്പോൾ കാണുന്നതാണ് പുസ്തകം അല്ലെങ്കിൽ ഗ്രന്ഥം. വായിച്ചതിനു ശേഷം സൂക്ഷിച്ചു വയ്ക്കുന്നതും വായിക്കുമ്പോൾ സൂക്ഷിച്ചു വയ്ക്കാനുമായി ഉപയോഗിക്കുന്ന പലക. ഈ ഒരു പലക അറിയപ്പെടുന്നത് ഗ്രന്ഥപ്പലക എന്ന പേരിലാണ്. സുപരിചിതമാണ്. ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഇത് കാണാൻ സാധിക്കുന്നതുമാണ്. നമ്മുടെ മതഗ്രന്ഥങ്ങളും ഒപ്പം വിശുദ്ധ ഗ്രന്ഥങ്ങളും എല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത് ഇതേ രീതിയിൽ കാണുന്ന ഗ്രന്ഥപ്പലകകളിലായിരിക്കും. സുപരിചിതമായ ഒരു വസ്തുവാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നു എന്ന് മാത്രം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന്. പുസ്തകങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ന് ലോക പുസ്തക ദിനമാണ്. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണ്. പുസ്തകത്തെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. പുസ്തകങ്ങളിലെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അറിയാം. വായന, പ്രസിദ്ധീകരണം, പകർപ്പകവാശം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യുനെസ്കോ, ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയായ യുനെസ്കോ സംഘടിപ്പിക്കുന്ന ഒരു വാർഷിക പരിപാടിയാണ് ലോക പുസ്തക ദിനം. ലോക പുസ്തക പകർപ്പവകാശ ദിനം അല്ലെങ്കിൽ അന്താരാഷ്ട്ര പുസ്തക ദിനം 1995 ഏപ്രിൽ 23 ആദ്യത്തെ ലോക പുസ്തക ദിനം ആഘോഷിച്ചു. ആ ദിവസം തന്നെ അത് അംഗീകരിക്കപ്പെടുന്നു. അപ്പോൾ ഏപ്രിൽ 23 അന്താരാഷ്ട്ര പുസ്തക ദിനം അല്ലെങ്കിൽ ലോക പുസ്തക ദിനം, അതുമല്ലെങ്കിൽ പകർപ്പവകാശ ദിനം. എല്ലാ വർഷവും ഏപ്രിൽ 23 ലോക പുസ്തക ദിനവും പകർപ്പവകാശ ദിനവുമായി ആചരിക്കുന്നു. വിശ്വസാഹിത്യത്തിലെ അതികായരായ ഷേക്സ്പിയർ, മിഗ്വേൽ ഡി സെർവാൻറ്റസ്, ഗാർസിലോസോ ഡെ ലാ വെഗ എന്നിവരുടെ ചരമദിനമാണ് ഏപ്രിൽ 23. ഈ മഹാന്മാരോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ദിനം ലോക പുസ്തക ദിനമായി ആചരിക്കാൻ 1995 യുനെസ്കോ പൊതുസമ്മേളനത്തിൽ തീരുമാനിച്ചത്. സ്പെയിനിലെ എഴുത്തുകാരനായിരുന്ന മിഗ്വേൽ ദെ സെർവൻറ്റസിൻ്റെ ചരമദിനമായ 1923 ഏപ്രിൽ 23 സ്പെയിനിലെ അദ്ദേഹത്തിൻ്റെ ആരാധകർ ഈ ദിനം പുസ്തക ദിനമായി ആചരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ദിനം പുസ്തക ദിനമായി ആചരിച്ചു തുടങ്ങിയത്. 1995 മുതൽ യുനെസ്കോയും വില്യം ഷേക്സ്പിയർ, മിഗേൽ ഡെ സെർവൻറ്റീസ്, ഗാർസിലോസോ ഡെ ലാ വെഗ തുടങ്ങിയ ലോക പ്രശസ്ത എഴുത്തുകാരുടെ
ചരമവാർഷിക ദിനമായ ഏപ്രിൽ 23 ലോക പുസ്തക പകർപ്പവകാശ ദിനമായി ആചരിക്കുവാൻ ആരംഭിച്ചു. സ്പെയിൻകാരുടെ പുസ്തക പ്രേമത്തിൽ ആവേശം ഉൾക്കൊണ്ടാണ് യുനെസ്കോ ഏപ്രിൽ 23 പുസ്തക ദിനാചരണത്തിന് തുടക്കമിട്ടത്. 1616 ഏപ്രിൽ 23 വിഖ്യാത എഴുത്തുകാരനായ ഷേക്സ്പിയറിൻ്റെ ജനനവും മരണവും. അതുകൊണ്ട് തന്നെയാണ് ഈ ദിനത്തിൽ ലോക പുസ്തക ദിനം ആചരിക്കാൻ തുടങ്ങിയതെന്നും ആളുകൾ വ്യക്തമാക്കുന്നു. പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള അവസരമാണ് പുസ്തക ദിനം നൽകുന്നത്. ഏറെ കാലമായി വായന മരിക്കുന്നുവെന്ന വിലാപമുയരുന്ന ഈ കാലത്ത് പുസ്തക ദിനാചരണത്തിലൂടെ സാംസ്കാരികമായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പുസ്തകങ്ങളും ഓരോ വായനയും വായനക്കാരന് നൽകുന്നത് നമുക്ക് ചുറ്റുമുള്ള നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായ ലോകങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ്. അത് സ്വയം നവീകരിക്കാനുള്ള വഴിയായി മാറുന്നു. പുതിയ കാലം ഈ വായനയുടെ കാലം കൂടിയാണ്. അങ്ങനെ വായന പുതിയ തലത്തിലേക്ക് വഴിമാറിക്കഴിഞ്ഞു. ഈ ബുക്കുകൾക്ക് ഇതര ഭാഷകളിൽ എന്ന പോലെ മലയാളത്തിലും ആവശ്യക്കാർ ഏറെയാണ്. പുസ്തക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ നേരുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുസ്തകമെങ്കിലും വായിക്കാത്തവരായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. പുസ്തകങ്ങൾ വായിക്കുന്നത് നമ്മളെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ ആശയങ്ങളും വിചാരങ്ങളും ചിന്തകളെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വസ്തുവായി മാറുന്ന ഒന്നാണ് പുസ്തകങ്ങൾ. പരമാവധി വായിക്കുക, വായനയിലൂടെ അറിവ് നേടുക, നേടിയ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുസ്തക ദിന ആശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.